ഞങ്ങളുടെ കുടുംബ സുഹൃത്തും വേൽ ഫിസിയോതെറാപ്പി സെൻ്ററിൻ്റെ ഡയറക്ടറുമായ ഡോക്ടർ ശ്രീകേഷ് പറഞ്ഞാണ് തിരുവനന്തപുരത്തെ അമ്പലമുക്കിലുള്ള വടക്കേ വാരത്തെ വിനോദ് കുമാറിനെ പറ്റി കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാഷനാണ് മണിത്താറാവുകളെ വളർത്തുക എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വിനോദ് തൻ്റെ പെറ്റായ ടിങ്കുവിനെ കൂട്ടിൽ കയറ്റുന്നതിൻ്റെ തിരക്കിലായിരുന്നു. എനിക്ക് പട്ടികളെ പൊതുവെ പേടിയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് ഫോണിൽ പറഞ്ഞിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് കൊറോണ സമയത്ത് പരിചയപ്പെടുത്തിയ കുറച്ച് മസ്കൂവി ഡക്സിൻ്റെ പാഷൻ്റെ പുറത്ത് ഞാൻ കുറച്ച് വളർത്തിയാണ്. അതിപ്പോൾ ഇന്ന് സാറ് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് മെയിൻ കൂടിലുള്ള ഒരു കൂട്ടം താറാക്കളെ, എന്തായാലും അതിൻ്റെ തീറ്റ എങ്ങനെ കൊടുക്കുന്നു, അതെന്തൊക്കെയാണ് അതിന് ഇഷ്ടം എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ബേസിക്കലി വിനോദ് ഒരു ചിത്രകാരനാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അഭിനേതാവാണ്, സംവിധായകനാണ്. ഇത് മെയിൻ ഗാർഡനിലുള്ള, ഇതിൻ്റെ പേര് പോലും വെച്ചേക്കുന്ന ഗാർഡൻ ഇസ് ഫിൽഡ് വിത്ത് ലവ് എന്നാണ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഫുൾ സെറ്റ് ഓഫ് ഡക്സ് ഉണ്ട്. ഇതെല്ലാം മസ്കൂവിയാണ്. ഇതിനകത്ത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പേര് അടയിരിക്കുന്നുണ്ട്, കുറച്ച് പേര് താഴെ ചുമ്മാ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഈ പ്രത്യേക ഡക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് വാങ്ങിയിട്ട് ഇപ്പം കൊറോണ സമയത്ത് ഒരു നാല് വർഷം, ഏതാണ്ട് 4 വർഷമായി. ഇതാണ് ഏറ്റവും ഓൾഡസ്റ്റ് ഡക്ക്. ഇതൊക്കെ ഡക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു 12 ഇയേഴ്സ് വരെയൊക്കെയാണ് ഇതിൻ്റെ ലൈഫ് പറയുന്നത്. ഇത് മെയിൽ ഡക്സ് ആണ്. ആ കുഞ്ഞു കാണുന്നതെല്ലാം ഫീമെയിൽ ഡക്സ് ആണ്. മെയിലിന് ഓൾമോസ്റ്റ് ഒരു 8 കിലോ വരെ വെയിറ്റ് വരും. മറ്റേതൊക്കെ ഏതാണ്ട് ഒരു 2.5 കിലോ വരെയാണ് വെയിറ്റ് വരിക. ചുക്കടോ, ഇതിനൊന്നും പ്രത്യേകിച്ച് ഞാൻ പേരിട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചുക്രൊന്നും വായ്ത്തോന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് 15 to 20 എഗ്സ് വരെ ഒരുമിച്ചാണ് അടയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 41 ഡേയ്സ് ആണ് ഇതിൻ്റെ അടയിരിക്കുന്ന സ്പാൻ ടൈം. അപ്പം മറ്റ് താറാവുകളെ പോലെയല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഫുൾ മദർഹുഡ് ശരിക്കും തെളിയിക്കുന്ന രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാൻ പോലും വല്ലപ്പോഴേ വെളി വരുള്ളൂ. നമ്മളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മുട്ടയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഫുള്ള് കവർ ചെയ്തിരിക്കും. നമ്മൾ മാറിയാലേ അതും കൂടെ പുറത്തിറങ്ങത്തുള്ളൂ. എന്താ ഇപ്പം ഇത്രയും വളർത്തിയാൽ പോലും നമ്മളെ വെളിയിൽ അതിനെ തൊടാൻ സമ്മതിക്കില്ല. മറ്റ് താറാവുകളെ പോലെയല്ല, മറ്റ് താറാവുകൾ ഓൾമോസ്റ്റ് ഒരു 250 ഓഡ് മുട്ടയിട്ടാൽ ഇതൊരു 60-70 ഒക്കെ ഇടത്തുള്ളൂ. അതിലും നമ്മൾ കുറച്ച് ആദ്യം എടുക്കാൻ സമ്മതിക്കത്തുള്ളൂ. അതിനുശേഷം ഒരു 15-20 റേഞ്ച് തീരാറാവുന്ന സീസൺ ആകുമ്പോൾ പിന്നെ നമ്മൾ എടുക്കാൻ സമ്മതിക്കത്തുള്ളൂ. പിന്നെ ഇത് ഫുൾ അങ്ങ് അടയിരുന്ന് അതിൻ്റേതായിട്ടുള്ള ഒരു പാറ്റേണിൽ അങ്ങ് പോവാണ് പൊതുവെ ഞാൻ കണ്ടിട്ടുള്ള പതിവ്. പൊതുവെ മറ്റ് തീറ്റകളാണ് കൊടുക്കുന്നത്. അതായത് ഒരു ദിവസം തൊട്ട് പ്രായമുള്ളതിന് സ്റ്റാർട്ടർ നമ്മൾ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഗ്രോവർ കൊടുക്കും. ഗ്രോവർ ഇത് വളരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ മുട്ടയിടുന്ന പ്രായമാകുമ്പോഴത്തേന് ലെയർ പെല്ലറ്റ് എന്ന് പറഞ്ഞൊരു സാധനം പല ബ്രാൻഡിൽ കിട്ടാറുണ്ട്. SKM കൃഷി അങ്ങനെ. പിന്നെ ഒരുവിധം അല്ലാത്തതെന്ന് പറഞ്ഞാൽ മാഷായിട്ട് കിട്ടും. മാഷ് പൊതുവെ ചിലർ കുഴച്ച് കൊടുക്കുന്നവരുണ്ട്, മറ്റ് മരുന്നുകൾ ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും ഞാനിവിടെ ചെയ്യാറില്ല. പിന്നെ അതിൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഗോതമ്പ്, ഇലക്കറികൾ. അപ്പം ഇതിപ്പം നമുക്കൊന്ന് കൊടുത്തു നോക്കാൻ. മണിത്താറാവുകൾ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മസ്കോവി താറാവുകളുടെ സ്വദേശം അമേരിക്കയാണ്. പ്രത്യേകിച്ച് അസുഖങ്ങൾ കുറവുള്ള വീട്ടുപക്ഷികളാണവ. താറാവുകളെ അപേക്ഷിച്ച് മുട്ടകളുടെ എണ്ണം കുറവാണ്. പക്ഷേ മുട്ടകൾക്ക് വലിയ ഔഷധ ഗുണമുള്ളതായി പറയുന്നുണ്ട്. പ്രോട്ടീനും omega-3 കൂടുതലുണ്ട് ഈ മുട്ടയിൽ. പൈൽസ് ഉള്ളവർക്ക് തീർച്ചയായും മണിത്താറാവിൻ്റെ മുട്ട കഴിക്കാം. വീട്ടിൽ വളർത്താൻ പറ്റിയ ഇനം. മാത്രമല്ല നമ്മോട് കൂടുതൽ ഇണങ്ങുന്ന പക്ഷികളുമാണ് മസ്കോവി താറാവുകൾ. വീട്ടിൽ വളർത്താൻ വലിയ പ്രയാസമൊന്നുമില്ല, അധിക പരിചരണവും ആവശ്യമില്ല.
ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ കൊത്തുകൂടുന്ന സ്വഭാവമുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. വീട്ടിലെ അടുക്കള വേസ്റ്റ്, വാഴത്തട, ചീര പോലെയുള്ള ഇലകൾ എന്നിവ തിന്നോളും. 3-4 താറാവുകളുണ്ടെങ്കിൽ വീട് വൃത്തിയായി സൂക്ഷിക്കാം. ഒച്ചുകളെ തിന്നുവെന്നത് വലിയ കാര്യം തന്നെയാണ്. ഇന്ന് കൃഷിക്കാർക്ക് ഏറ്റവും ശത്രുവായിട്ടുള്ളത് ആഫ്രിക്കൻ ഒച്ചുകളാണ്. പക്ഷികളുമായുള്ള വിനോദിൻ്റെ ചങ്ങാത്തം കണ്ടിട്ട് അവർ തമ്മിൽ വലിയ ഹൃദയബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നി. ഇതിന്ന് രാവിലെ ഇട്ട മുട്ടയാണ്. ഇതിൻ്റെ സൈസ് ഇപ്പം ചെറുപ്രായമായതുകൊണ്ടാണ് ഇത്രയും സൈസ്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഡക്ക് എഗ്സിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ സൈസ് വരും. നമ്മളൊരു സാധാരണ ട്രേയിലെടുത്താൽ പോലും ട്രേ അടയ്ക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സൈസ് ഉണ്ട്. പക്ഷേ ഈ മുട്ടയ്ക്ക് തന്നെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. നമുക്കാർക്കും അറിയാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ ഞാനും ഗൂഗിളിലൊക്കെ എക്സ്പ്ലോർ ചെയ്താണ് പലതും പഠിച്ചതും പിന്നെ സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ച് പഠിച്ചതും. ഇതിൽ പ്രോട്ടീൻ ഹൈലി റിച്ച് ആണ്. പിന്നെ ഈ വെരിക്കോസ് വെയിൻ, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, ഇതിനൊക്കെ പറ്റിയ സാധനം എന്നാണ് പറയുന്നത്. എനിക്കിത് ഒരാൾ പറഞ്ഞു തന്നിട്ട് അതിന് എനിക്കൊരു ഡൗട്ട് വന്നുകൊണ്ട് ഞാൻ ഗൂഗിളിൽ പോയി വീണ്ടും സെർച്ച് ചെയ്തു. പിന്നെ എൻ്റെ ഡോക്ടർ ഫ്രണ്ട് ശ്രീകൃഷ്ണനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പലതും റിസർച്ച് ചെയ്താണ് ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. എല്ലാ കൂടുകളിലും എപ്പോഴും കുടിവെള്ളം എത്താനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ സമയവും മണിത്താറാവുകളെ കൂടുകൾക്കുള്ളിലാണ് വളർത്തി വരുന്നത്. നമ്മുടെ നാട്ടുതാറാവുകൾക്ക് കുളിക്കാൻ കുറെ വെള്ളം വേണമല്ലോ. എന്നാൽ മണിത്താറാവുകൾക്ക് വലിയ അളവിൽ വെള്ളം വേണമെന്നില്ല. നീന്തി നടക്കണമെന്ന മോഹവുമില്ല. ഒന്നു മുങ്ങാനുള്ള വെള്ളം ഒരു പാത്രത്തിൽ കിട്ടിയാൽ അത്രയും സന്തോഷം. വളരെ കുറച്ച് വെള്ളം മാത്രം മതി അതിന് കുളിക്കാനായിട്ട്. ആദ്യം കുളിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് അത് തല ഇങ്ങനെ മുക്കിയിട്ട് പൊക്കുകയാണ് പതിവ്. അത് കഴിഞ്ഞ് അത് വളരെ വിശാലമായിട്ട് കുളിച്ച് ആ വെള്ളത്തിൽ തന്നെ ആസ്വദിച്ച് കുറേ സമയം ചെലവഴിച്ചതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിയാണ്. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ ഒരു SAP ഇംപ്ലിമെൻറ്റേഷൻ്റെ മേജർ പ്രോഗ്രാമിലാണ്. അതിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്ട്രെസ്സിൻ്റെ ഇടയ്ക്ക് ഉള്ളൊരു സന്തോഷത്തിനും ഒരു പാഷൻ്റെ പുറത്തുമാണ് ഈ വക പെറ്റ്സിനോടുള്ള താല്പര്യവും മറ്റ് പരിപാടികളും ഞാൻ ചെയ്യുന്നത്. കോഴികൾ അടയിരിക്കുന്നത് 28 ദിവസമാണെങ്കിൽ മണിത്താറാവുകൾ 36 മുതൽ 41 ദിവസം വരെ അടയിരുന്നാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. വിരിഞ്ഞ് അല്പം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നത് കാണാം. 2-ാം ദിവസം മുതൽ അവയ്ക്ക് പൊടി രൂപത്തിൽ നൽകേണ്ട തീറ്റ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. തീറ്റയോടൊപ്പം വെള്ളം ഇടയ്ക്കിടെ കുടിക്കുന്ന ശീലം ഈ കുഞ്ഞുങ്ങൾക്കുണ്ട്. അതുകൊണ്ട് സർവ്വസമയവും കൂട്ടിൽ ജലലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. 10-20 ദിവസം പ്രായമായാൽ പുതിയ തൂവലുകൾ വരാൻ തുടങ്ങും. ക്രമേണ ആൺപക്ഷികളുടെ തലയിൽ ചുമന്ന പൂക്കൾ പോലെ കിന്നരിയുണ്ടാവും. പെൺപക്ഷികൾക്ക് അതുണ്ടാവില്ല, സൈസും കുറവായിരിക്കും. പെൺപക്ഷി കുഞ്ഞുങ്ങൾ 6 മാസം പ്രായമാകുമ്പോൾ മുട്ടയിടാൻ തുടങ്ങും. 15 മുട്ടയെങ്കിലും ഇട്ട് കഴിഞ്ഞാലേ തള്ളത്താറാവ് അടയിരിക്കാൻ തുടങ്ങുകയുള്ളൂ. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് മാക്സിമം കെയർ നൽകാൻ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. വിനോദിന് വലിയ തിരക്കുള്ള ദിവസങ്ങളിൽ മണിത്താറാവുകളുടെ പരിചരണ ചുമതല അമ്മ ഏറ്റെടുക്കും. അവയെ യഥാസമയം തുറന്നുവിടാനും തീറ്റ കൊടുക്കാനും അമ്മയെ സഹായിക്കുവാൻ വിനോദിൻ്റെ സുഹൃത്തായ സന്തോഷമുണ്ടാവും. പെറ്റ്സിൻ്റെ കൂടെ അല്ലാതെ എനിക്ക് കുറച്ച് പാഷൻസ് കൂടെ ഉണ്ട്. അതായത് ഫോട്ടോഗ്രാഫി എൻ്റെ ഒരു പാഷനാണ്, കഥ എഴുത്തുണ്ട്, സിനിമ, ഷോർട്ട് ഫിലിം ഡയറക്ഷൻ, പിന്നെ പടം വരപ്പ്. അപ്പോൾ അതിൽ ഒരു പേജാണ് എനിക്ക് പിന്നെ ഡോക്ടർ ശ്രീകേഷും മറ്റ് മെഡിക്കൽ അസോസിയേഷൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടി എടുത്തതിന് അവാർഡ്, നാഷണൽ അവാർഡ് വിന്നർ ഡയറക്ടർ രാജീവ് നാഥ് സാറിൻ്റെ അവാർഡ് കിട്ടിയതാണ്. പിന്നെ പല ഫോട്ടോസും സിനിമകളും ഈവൻ ഷോർട്ട് ഫിലിംസും ടെക്നോ പാർക്ക് ഫിലിം ഫെസ്റ്റിവലിലും മറ്റുമൊക്കെ എയർ ചെയ്തിട്ടുണ്ട്. അതിലും അത്യാവശ്യം നല്ല റീച്ചും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്.
പിന്നെ പടം വരപ്പ് മറ്റൊരു മേഖലയാണ്. എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്നാലാവുന്ന രീതിയിൽ പല ഇതിൽ തന്നെ നോക്കിയാൽ ഇത് ഓയിൽ പെയിൻ്റ് ആണ്. പിന്നെ എല്ലാ രീതിയിൽ ഇത് ഈ കാണുന്ന പിക്ചർ ആക്ച്വലി ഒരു ബ്രഷോ ഒന്നുമില്ലാതെ ഫിംഗർ കൊണ്ട് മാത്രം പേസ്റ്റൽ പൗഡർ വെച്ച് ചെയ്തതാണ്. പിന്നെ ഇതും കണക്ഷൻ ഞങ്ങൾ വിമൻസ് ഫങ്ഷന് വേണ്ടി വരച്ച പടങ്ങൾ. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പിന്നെ ഇത് കൂടാണ്ട് മറ്റൊരു സംഭവം പാചകം കൂടെ എൻ്റെ ഒരു വലിയൊരു പാഷനാണ്. ആക്ച്വലി ബൈ ഡിഗ്രി ഞാനൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ആളാണ്, പക്ഷേ പാചകവും എൻ്റെ മറ്റൊരു പാഷനാണ്. വീട്ടിൽ ഇപ്പം നേരത്തെ സാറിനെ പരിചയപ്പെടുത്തിയല്ലേ അമ്മയും ഞാനും മാത്രമാണ്. പണ്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഈ വർക്ക് സ്കെഡ്യൂൾ കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി വളരെ പാടാണ്. കാരണം ഞാൻ ഈ പെറ്റ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഒരു രാവിലെ ഒരു 10-10:30 ആകുമ്പോഴത്തേന് അതുങ്ങളൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു 11 o'clock ഒക്കെ ആകുമ്പോൾ ഞാൻ ലോഗിൻ ചെയ്യണം. പിന്നെ അത് തീരുമ്പം എങ്ങനെയും നൈറ്റ് ഒരു 11 ഒക്കെ ആവും. അപ്പോൾ അതും മറ്റൊരു റീസണാണ് ഈ പെറ്റ്സിനെ വളർത്തുന്നത്. ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് റിലാക്സ് ചെയ്യാനും മറ്റും. വിനോദ് താൻ വളർത്തുന്നവയ്ക്ക് മാത്രമല്ല, വീട്ടുമുറ്റത്ത് വിരുന്ന് വരുന്ന അണ്ണാനും കിളികൾക്കും കൂടി തീറ്റയും വെള്ളവും കൊടുക്കാൻ ഒരു ദിവസവും മറക്കാറില്ല. കേവലം തനിക്ക് മാത്രം ലഭിക്കുന്ന മാനസികോല്ലാസത്തിനപ്പുറം പ്രകൃതിയെ ഒന്നാകെ സ്നേഹിക്കുന്ന വിനോദിൻ്റെ പ്രവർത്തനം തീർത്തും മാതൃകാപരമാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനും മനുഷ്യത്വത്തിനും ഭാവുകം ആശംസിച്ചുകൊണ്ട് ഞാൻ വിനോദിനോടും അമ്മയോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. ഈ ചെറു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വ്ളോഗ് ലോകം സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കില്ലല്ലോ. വ്ളോഗ് ലോകം എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലാണ്.